ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവന്തിക എഴുതിയിരിക്കുന്ന ഒരു മെയിലിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അവന്തിക. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 1.5 വർഷമായി. ഭർത്താവ് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. ഇൻഷുറൻസ് മേഖലയിലായതുകൊണ്ട് വല്ലാത്ത തിരക്കും ടെൻഷനുമൊക്കെയാണ്. വീട്ടിലെ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും. ഞാനാണെങ്കിൽ കംപ്ലൈൻറ്റ്സ് ഒന്നും പറയാറുമില്ല. ഇവിടെ അമ്മായിമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഞാനും ചേട്ടനും. അദ്ദേഹം വരുന്നത് ചിലപ്പോൾ 12 മണി വരെ ആകാം. ആ സമയത്തേക്ക് ഞാൻ കിടക്കും. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ വന്നു കഴിയുമ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് ചോറൊക്കെ വിളമ്പി കൊടുക്കുന്നത്. ഭർത്താവുമായിട്ടുള്ള സ്നേഹബന്ധങ്ങൾ എനിക്ക് റേഷൻ പോലെയാണ്. ശനിയാഴ്ച വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും അവധി ദിവസം വരുന്നതിൻ്റെ തലേ ദിവസം ഇങ്ങനെയുള്ള സമയത്ത് മാത്രമേ ഭർത്താവ് സന്നിഹിതനും സന്നദ്ധനുമാകാറുള്ളൂ. അതിലൊന്നും എനിക്കൊരു കംപ്ലൈൻറ്റുമില്ല. കാര്യം ഞാൻ കൂടുതലൊന്നും പണ്ടേ ആഗ്രഹിച്ചിട്ടില്ല. ഒന്നുമില്ലെങ്കിലും ഞാൻ സന്തോഷവതിയായി പോകുമെന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. അതിന് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയും തമ്മിൽ മിക്കപ്പോഴും വഴക്കായിരുന്നു. കള്ളു കുടിച്ചിട്ട് വന്ന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഭർത്താവ് ഇനിയിപ്പം ഇത്തിരി പ്രശ്നക്കാരനാണെങ്കിലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, സമാധാനം വേണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശനിയാഴ്ച വൈകിട്ടാണെങ്കിലും എനിക്ക് പ്രശ്നമില്ല. ഇനിയിപ്പോൾ ശനിയാഴ്ച ഇല്ലെങ്കിൽ പോലും ഞാനത് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഭർത്താവിന് ഒരു ചേട്ടനുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അയാളുടെ ഭാര്യ, അതായത് ചേട്ടത്തി, ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് 1-2 ദിവസം നിൽക്കാറുണ്ട്. പക്ഷേ ചേട്ടൻ അങ്ങനെ വരാറില്ല. ഇവരെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അമ്മയോട് 2 വാക്ക് പറഞ്ഞിട്ട് തിരിച്ചു പോകും. അവർക്ക് 2 കുട്ടികളുമുണ്ട്. കുട്ടികളെ നോക്കി അയാളുടെ വീട്ടിൽ പുള്ളിക്കാരൻ കഴിയും. ഇവിടെ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു ദിവസം അമ്മായിമ്മയോട് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു, അത് അവൻ എന്നോട് വഴക്കിട്ടാണ് ഇവളെ കല്യാണം കഴിച്ചത്. ആ സമയത്ത് ഇവളെയും കൊണ്ട് മേലാൽ ഈ വീട്ടിൽ കയറരുതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവൻ അവളെ വിളിച്ചുകൊണ്ട് പോയിട്ട് പുതിയൊരു വാടക വീട്ടിലേക്കാണ് താമസിപ്പിച്ചത്. പിന്നെ ഇങ്ങോട്ട് വന്നാലും ഇവിടെ അന്തി ഉറങ്ങില്ല. കാലക്രമേണ 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും അവൾ അവിടെ വന്ന് എന്നോട് നന്നായി സഹകരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അവൾ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് അവളുടെ സ്വഭാവം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ജാതി പ്രശ്നമൊക്കെ പറഞ്ഞ് ഞാൻ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് തെറ്റായിപ്പോയെന്ന്. അവളിപ്പോൾ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. എന്നാലും എൻ്റെ മകൻ ഇവിടെ വന്ന് അന്തി ഉറങ്ങില്ല. അവളെ കൊണ്ടാക്കിയിട്ട് പോകും. അവളാണെങ്കിൽ ഇടയ്ക്ക് 2 ദിവസം ഇവിടെ വന്ന് നിന്ന് എന്നോട് കളിയും ചിരിയും തമാശയും എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനൊക്കെ ഉത്സാഹമാണ് എന്ന് അമ്മായിമ്മ പറഞ്ഞു. അത് ഞാൻ കാണുന്നതുമാണല്ലോ. ചേട്ടത്തിയായ ഈ അനിത ചേച്ചി എന്നോട് ഭയങ്കര സ്നേഹത്തിലാണ് സംസാരിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പല സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും. ഞാൻ രുചിച്ചിട്ടില്ലാത്ത പല പലഹാരങ്ങളും ഒക്കെ എനിക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരാറുണ്ട്. അവരുടെ വീട്ടിൽ വന്ന് നിൽക്കാൻ എന്നോട് പറയാറുണ്ട്. പക്ഷേ എൻ്റെ ഭർത്താവിനും അമ്മായിമ്മയ്ക്കൊന്നും ഇഷ്ടമല്ല. അവരോട് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചേട്ടനുമായിട്ടുള്ള ചില പടലപ്പിണക്കങ്ങളാണ് ഇതിനെല്ലാം കാരണം. അതുകൊണ്ട് തന്നെ സ്നേഹപൂർവ്വം ഞാൻ നിരസിക്കും. ചേച്ചിക്ക് പക്ഷേ അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഭയങ്കര അഡ്ജസ്റ്റബിളുമാണ്. എൻ്റെ വേറെ വേർഷൻ. എനിക്ക് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് മെൻറ്റാലിറ്റി ഉണ്ട്. ചേച്ചിക്ക് അങ്ങനെയല്ല. എല്ലാവരോടും ക്ഷമിക്കാനും സഹിക്കാനും അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഉയർന്ന മെൻറ്റാലിറ്റിയാണുള്ളത്. അങ്ങനെ ഒരു സർവ്വസഹായ സ്ത്രീയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. പതുക്കെ പതുക്കെ അവരൊരു മാതൃകാ സ്ത്രീയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ശരിക്കും ഒരു കുലസ്ത്രീ. അവരെ കുറ്റം പറയാൻ മാത്രം ഒന്നുമില്ല. ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും അമ്മായിമ്മയും എല്ലാവരെയും അവർ സ്നേഹത്തോടുകൂടി മാനേജ് ചെയ്യും. എന്തെങ്കിലും പറഞ്ഞാലും അവർ തിരിച്ച് ദേഷ്യപ്പെട്ട് പ്രതികരിക്കാനുമില്ല. അങ്ങനെ ഒരു നല്ല വ്യക്തിയെന്ന് എനിക്ക് തോന്നി. ചേച്ചിയുടെ ഒരു ബന്ധു മാത്രമല്ല, ചേച്ചിയുടെ കൂടെ പഠിച്ച ആളാണ്. അവർ നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്നുണ്ട്. ചേച്ചിയോടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ആ ചേച്ചിയുടെ വീട്ടിലും പോയിരിക്കും. പക്ഷേ എൻ്റെ അമ്മായിയമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അയൽ വീടുകളിൽ പോകുന്നത്. അതുകൊണ്ട് ഞാനും പോകാറില്ല. പക്ഷേ ചേട്ടത്തിയുടെ കൂട്ടുകാരിയായ ഈ മിന്നി ചേച്ചി ഞാനും കണ്ടിട്ടും സംസാരിച്ചിട്ടും ഒക്കെയുണ്ട്. മതിലിൻ്റെ സൈഡിലൊക്കെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഒക്കെ സംസാരിക്കാറുണ്ട്. അതല്ലാതെ ആ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ പോയിട്ടില്ല. പക്ഷേ ഒരു വട്ടം വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേട്ടത്തി എന്നെ വിളിച്ചു, ഇന്ന് നീ എന്തായാലും എൻ്റെ കൂടെ വന്നേ പറ്റൂ. മിന്നുവിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. അയ്യോ ചേച്ചി, ഞാൻ ഒന്നും ഗിഫ്റ്റ് മേടിച്ചിട്ടില്ലല്ലോ. അത് സാരല്ലടി, ഞാൻ 2 എണ്ണം മേടിച്ചിട്ടുണ്ട്, നീ 1 കൊടുത്താൽ മതിയെന്ന്. അത്രയ്ക്കും അഡ്ജസ്റ്റബിളാണ് അനിത ചേച്ചി. അപ്പോൾ അമ്മാമ്മയോട് പറഞ്ഞിട്ട് ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ 2 പേരും കൂടി മിന്നി ചേച്ചിയുടെ വീട്ടിലേക്ക് നടന്നു. ഞാനപ്പോൾ ചോദിച്ചു, ചേട്ടനെന്താ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും വരാത്തത്? നിനക്കറിയില്ലേ, പുള്ളിക്ക് എന്നോടുള്ള പ്രേമം കൊണ്ട് എന്നോട് മാത്രം നന്നായി സംസാരിക്കും പണ്ടോട്ടെ. അല്ലാത്ത പെണ്ണുങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കില്ല. ഇൻട്രോവേർട്ടാ മോളെ. അതുകൊണ്ട് എങ്ങും വരില്ല. ഞാനെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കും. അത്രയേ ഉള്ളൂ.
ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും മിന്നി ചേച്ചി ഞങ്ങളെ രണ്ടുപേരെയും സ്വാഗതം ചെയ്തു. മിന്നി ചേച്ചിയുടെ ഭർത്താവ് അവിടെ ഇല്ല, അങ്ങേര് വിദേശത്താണ് വർക്ക് ചെയ്യുന്നത്. ബാക്കിയുള്ള ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ട്. എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യയുമുണ്ടായിരുന്നു. മിന്നി ചേച്ചി അവസാനം എന്നോട് ചോദിച്ചു, എന്താടി രാജേഷ് വരാതിരുന്നത്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, എന്ത് കുഴപ്പം, പുള്ളി ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണല്ലോ. ചേട്ടത്തി അതിന് കൂട്ടത്തിൽ ചേർത്ത് പറഞ്ഞു, എടി മിന്നി നിനക്കറിയില്ലേ, അവന് ഭയങ്കര തിരക്കാണ്. അത് മാത്രമല്ല സ്ട്രെസ്സും ടെൻഷനും പണ്ടേ കൂടുതലാണ്. ഞാൻ വരുമ്പോഴൊക്കെ അവൻ എന്നോട് ഒന്നോ രണ്ടോ വാക്ക് മാത്രമേ മിണ്ടാറുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പറയരുതെന്തേ, അവൻ സമയമുണ്ടാക്കി നിൻ്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ വരാറില്ലേ? കഴിഞ്ഞ ദിവസമല്ലേ നമ്മൾ ഷോപ്പിംഗ് മാൾ വെച്ചിട്ട് കണ്ടത്? അപ്പോൾ അവൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ, സാധനങ്ങളൊക്കെ തൂക്കി പിടിച്ച്. അപ്പോഴേക്കും ചേട്ടത്തിയുടെ മുഖമാകെ വിളറി വെളുത്തു. അയോടി, അത് അവൻ വിളിച്ചിട്ട് വന്നോന്നല്ല കേട്ടോ. അവനെന്തോ ഇൻഷുറൻസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആരെയോ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മാളുടെ സൈഡിൽ വന്നപ്പോഴേ ഞാനാണെങ്കിൽ സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിപ്പോന്നു. ചേട്ടനും ഡ്യൂട്ടിക്ക് പോയിക്കുമല്ലേ, ഞാനല്ലേടി എല്ലാ കാര്യങ്ങളും വാങ്ങിക്കുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് എന്താ ചേട്ടത്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പിന്നെ അകത്ത് കയറി പർച്ചേസ് ചെയ്തും എന്നെ കൊണ്ടുവന്നും ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടപ്പോഴാണ് അവനാണെങ്കിൽ ഒന്ന് സമാധാനമായത്. അത്രയും നേരം അവൻ്റെ ജോലിയിൽ നിന്ന് അങ്ങ് വേസ്റ്റായി പോയില്ല. ഞാൻ പറഞ്ഞതാ വരണ്ടാന്ന്. പക്ഷേ അവൻ സ്നേഹമുള്ളവനാണ്. അതിന് നീ ആ സമയത്ത് കയറിപ്പോയത് ഓട്ടോറിക്ഷയിലല്ലോ, ഒരു കാറല്ലേ അവൻ്റെ കൂടെ? അയ്യോ ശരിയാ, ഇതല്ല, ഞാൻ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുമ്പത്തെ ഒരാഴ്ചയില്ലേ ആ സമയത്തെ കാര്യം ഞാൻ പറഞ്ഞു. ശരിയാ, അന്ന് ഞാൻ ഓട്ടോറിക്ഷ കയറി പോവായിരുന്നു. അന്നും അവനെ അവിടെ വെച്ച് കണ്ടു. അവനൊത്തിരി ക്ലയൻറ്റ്സ് അവിടെ ഉണ്ടെന്നേ എന്ന് പറഞ്ഞു. അപ്പം മിനി ചേച്ചി പറഞ്ഞു, ശരിയായിരിക്കാം, അവനിങ്ങനെ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലേ, എപ്പോൾ വേണമെങ്കിലും ആരെ വേണമെങ്കിലും കാണാമല്ലോ, ഞാൻ അവനെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഈ സംഭാഷണത്തിൽ വലിയ അപാകതയൊന്നും ആ സമയത്ത് തോന്നിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഞാനവിടെ സോഫയിലിരുന്ന് പായസം കുടിക്കുകയായിരുന്നു. ഊണ് കഴിച്ച ശേഷം എല്ലാവർക്കും പായസം ഒരു ബൗളിലാണ് കൊണ്ടു തരുന്നത്. ആ സമയത്ത് എൻ്റെ അടുത്ത് ആരുമില്ല. ചേട്ടത്തിയാണെങ്കിൽ വേറെ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മിന്നി ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു. പെട്ടെന്ന് വന്ന് എൻ്റെ അടുത്ത് ഇരുന്നിട്ട് പറഞ്ഞു, മോളെ, എടി നീ നിൻ്റെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇൻഷുറൻസിൻ്റെ പേര് പറഞ്ഞ് എവിടെയും പോകാനും വരാനുമൊക്കെ കഴിവുള്ള ആളാണ്. പക്ഷേ അവസാനം അത് നിനക്ക് പാരയാകരുത്. ഭർത്താവ് വേറൊരു കയ്യിൽ എത്തിപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛാ പോറ്റിയെന്ന് വിളിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, എടി പെണ്ണേ, നിൻ്റെ ചേട്ടത്തിയില്ലേ, അവളുടെ കസ്റ്റഡിയിലായിരുന്നു. അതായത് എൻ്റെ കൂട്ടുകാരിയാണ് നിൻ്റെ ചേട്ടത്തിയെങ്കിലും അവളുടെ കസ്റ്റഡിയിൽ തന്നെയായിരുന്നു നിൻ്റെ ഭർത്താവ്. അവസാനം അവനെ മോചിപ്പിച്ചെടുക്കാൻ എന്തൊക്കെ കൂടോത്രങ്ങൾ നിൻ്റെ അമ്മായിമ്മ ചെയ്തെന്ന് ആർക്കറിയാം. എന്തായാലും അവൻ ചെറുതായിട്ടൊന്ന് വിട്ടു നിന്നപ്പോഴാണ് നിന്നെക്കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്. ഇപ്പം രണ്ടുപേരും കൂടെ പിന്നെയും സൂപ്പർ മാർക്കറ്റ്, മാള്, അവിടെ ഇവിടെ ഒക്കെ വെച്ച് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നീ നന്നായി സൂക്ഷിക്കണം. ചേച്ചി ഉള്ളതാണോ ഈ പറഞ്ഞത്? ചേച്ചിയുടെ ആത്മാർത്ഥ സുഹൃത്തല്ലേ ഈ ചേച്ചി? ബന്ധുവല്ലേ എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ആത്മാർത്ഥ സുഹൃത്തും ബന്ധുവും ഒക്കെ തന്നെയാണ് മോളെ. പക്ഷേ ഈ പ്രശ്നം തുടങ്ങിയപ്പോൾ, അതായത് നിൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ ഭാര്യ, അവർ തമ്മിൽ പ്രേമ കല്യാണമായിരുന്നു. അത് നിൻ്റെ അമ്മായിമ്മ സമ്മതിച്ചില്ല. അവർ ഇവിടെ വന്ന് താമസിച്ചില്ല. വേറെ വാടക വീടെടുത്ത് ആദ്യമേ പോയി. ഇതല്ലേ നീ കേട്ട കഥ? അതെ, ആ കഥ സത്യമാണ്. അമ്മായിമ്മ ഒട്ടും സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ ടൗണിൽ പോയി ഒരു വാടക വീട്ടിൽ താമസിച്ചു. ആ സമയത്താണ് ചേട്ടന് ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. അതിനു മുമ്പ് എന്തായിരുന്നു ചേച്ചി ചേട്ടൻ? അതിനു മുമ്പ് ചേട്ടന് ഒരു കമ്പനിയിലായിരുന്നു ജോലി. പക്ഷേ PSC റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവർ പതുക്കെ മെച്ചപ്പെടാൻ തുടങ്ങി. ആ സമയത്ത് നിൻ്റെ ഭർത്താവ് സ്ട്രഗിൾ ചെയ്യുന്നൊരു സമയമായിരുന്നു. അവർക്ക് ക്യാഷിൻ്റെയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പതുക്കെ മൂത്ത മകനോട് നൊട്ടാൻ തുടങ്ങി. അതിൽ നിൻ്റെ ചേട്ടത്തി അമ്മയ്ക്ക് വിരോധമൊന്നുമില്ല. അവരെ കാറിൽ അവരുടെ വീട്ടിൽ കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുവരും. വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാറ്റാണ്. അവർ ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയിരുന്നു അന്നേരം. അവിടെ പോയി അമ്മായിമ്മ വൈകുന്നേരം വരെ നിൽക്കും. ഉറങ്ങാൻ നേരത്തെ അമ്മായിമ്മയെ കാറിൽ ഇവിടെ ചേട്ടൻ കൊണ്ടുവിടും. ഇങ്ങനെ അവർ തമ്മിൽ നല്ല അടുപ്പത്തിലായി. അപ്പോൾ നിൻ്റെ ഭർത്താവും അവിടെ പോയി താമസിക്കുകയും ഒക്കെ ചെയ്യും. പതുക്കെ ചേട്ടത്തിയുടെ ഒരു അസിസ്റ്റൻ്റായിട്ട് മാറി. അതിന് പകരമായിട്ട് ചേട്ടത്തി ഇഷ്ടംപോലെ പണമൊക്കെ ചേട്ടനങ്ങനെ വാങ്ങിക്കൊടുക്കും. അങ്ങനെയാണ് നിൻ്റെ ഭർത്താവ് MBA ഒക്കെ പൂർത്തീകരിച്ചു. അത് കഴിഞ്ഞ് 2 കമ്പനിയിൽ ജോലി ചെയ്തു. പിന്നെ ഇപ്പോഴത്തെ ഈ ജോലി കിട്ടുകയും ചെയ്തു. ഈ നല്ല ബന്ധമൊക്കെ കുറച്ച് നാളുണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ചേട്ടനും ചേട്ടത്തിയും കൂടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിൻ്റെ അമ്മായിമ്മ അവരെ തെറി വിളിച്ച് ചാടിച്ചു. എൻ്റെ മോനെ ഞാൻ അങ്ങോട്ട് വിടില്ല, ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നമായിരുന്നു. ചോദിക്കാൻ ചെന്നവരോട് അനിയനെയും കൂടെ ചേട്ടത്തി അവിടെ താമസിപ്പിക്കാനുള്ള പുറപ്പാടാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അനിയനും ചേട്ടനും
ചേട്ടനും കൂടി ഒരു ഭാര്യയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിന്റെ അമ്മായിമ്മ സംസാരിച്ചത്. നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമിടയിലൊക്കെ ഇതൊരു സംസാര വിഷയമായി. നിന്റെ ഭർത്താവിനെയും വിളിച്ച് കുറേ പേർ ഉപദേശിച്ചു. അതേപോലെ തന്നെ ഇവിടെ ചേട്ടത്തെയും ചേട്ടനെയും ഒക്കെ പല ആൾക്കാരും വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹകരിക്കാതിരിക്കുകയാണ് നല്ലത്, ഒരു ഗ്യാപ്പ് കൊടുക്ക്, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോവുകയും സഹകരിക്കൊന്നും വേണ്ടാന്ന്. അമ്മായിമ്മയും അതിന് ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് പിന്നീട് കുറേ വർഷത്തോളം ഇവർ തമ്മിൽ സഹകരണമൊന്നുമില്ല. നിന്റെ ചേട്ടത്തെയും ഞാനും ഫ്രണ്ട്സ് ആണല്ലോ, ഞങ്ങൾ വിളിക്കുകയൊക്കെ ചെയ്യും, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിലും ഈ കാര്യത്തിൽ എനിക്ക് അവളെ അനുകൂലിക്കാൻ പറ്റില്ല. പ്രേമിച്ച് കല്യാണം കഴിച്ച ഒരുത്തി എന്തിനാണ് ഭർത്താവിൻ്റെ അന്യം നോക്കുന്നത്? അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞിരുന്നു. അവൾ പക്ഷേ അങ്ങനൊരു ബന്ധമുണ്ടെന്ന് സമ്മതിച്ചു തന്നില്ല. അമ്മായിമ്മയുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അത് നിന്നോട് പറഞ്ഞു. എന്തായാലും നിങ്ങൾ തമ്മിൽ ഇനി സഹകരിക്കരുത്, എങ്ങും വെച്ച് കാണരുത്, അതാണ് നല്ലത്. അവൻ്റെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അവൾ പറഞ്ഞു ഇനി അനിയനെ കാണുന്നേയില്ലെന്ന്. പക്ഷേ ഇതിനിടയ്ക്ക് ഈ കല്യാണാലോചനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ ഒന്ന് രണ്ട് സ്ഥലത്ത് വെച്ച് ഞാൻ കണ്ടു. ആ സമയത്ത് അവളെ ഞാൻ വാൺ ചെയ്തപ്പോൾ അവളോട് പറഞ്ഞു യാദൃച്ഛികമായിട്ട് കണ്ടതാണ്, അന്ന് അവൻ ഈ ഇൻഷുറൻസ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ കണ്ടതാണെന്ന് പറഞ്ഞു. ഞാൻ അത് വിശ്വസിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അവൻ്റെ കല്യാണം നീയുമായിട്ട് നടന്നു, സ്വസ്ഥമായിട്ടൊക്കെ പോവുകയായിരുന്നു. പിന്നെ ആ സമയമൊക്കെ ആയപ്പോഴേക്കും അവൻ്റെ കല്യാണമെല്ലാം ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാം തമ്മിൽ ഒന്നിക്കുകയും ചെയ്തു. കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നുമുണ്ട്. പക്ഷേ നിന്റെ കല്യാണം കഴിഞ്ഞ ശേഷവും നിന്റെ ഭർത്താവിനെ ഇവളെയും സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൻ കവറും താങ്ങി പിടിച്ച് 2-3 വട്ടം ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നീയും ഒന്നറിയട്ടെ. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് മുളയിലേ നുള്ളണം മോളെ, നിന്റെ ഭർത്താവല്ലേ. ഞാനും അവളും ഫ്രണ്ട്സാണെന്ന് കരുതി എനിക്കവളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. നിന്റെ ജീവിതമല്ലേ. പിന്നെ അത് മാത്രമല്ല, ഇത് എനിക്ക് മാത്രം അറിയാവുന്ന രഹസ്യമൊന്നുമല്ല, നിന്നോടാരും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ അവളെയും നിന്റെ ഭർത്താവിനെയും കൂടെ എവിടെയെങ്കിലും വെച്ച ആളുകൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കാണുകയാണെങ്കിൽ പഴയ ബന്ധം തുടങ്ങിയെന്ന് മാത്രമേ പറയുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ തന്നെ മറ്റു പലരും പറഞ്ഞ് ചിലപ്പോൾ നീ അറിഞ്ഞെന്ന് വരാം. ആ സമയത്ത് ചേച്ചി ഇത് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ലെന്ന് നീ ചോദിക്കരുത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഉള്ളുകളികൾ എന്താണെന്ന് നിന്റെ അമ്മായിമ്മയ്ക്ക് അറിയുകയുള്ളൂ. ഇനി അവർ തമ്മിൽ സഹോദര ബന്ധമാണെങ്കിൽ അങ്ങനെ തന്നെ, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്, നീ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഈ കഥകളൊക്കെ കേട്ട് എൻ്റെ തല പെരുത്തു പോയി. എൻ്റെ ഭർത്താവ്, എൻ്റെ ഏട്ടത്തിയമ്മ, അവരെ പറ്റിയിട്ടൊന്നും ഞാൻ ഇങ്ങനൊന്നുമല്ല കരുതിയത്. ഇവർ ശരിക്കും ഒരു റോൾ മോഡലാണ്. ഇപ്പോൾ എന്ത് മോഡലായിട്ട് കരുതണമെന്ന് എനിക്ക് കൺഫ്യൂഷനായി. എന്തായാലും ഈ വിവരങ്ങളൊന്നും ആരോടും പറയരുതെന്ന് മിന്നി ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ലെന്ന്. പക്ഷേ അമ്മായിമ്മയോടെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കണം. വേണ്ട, അമ്മായിമ്മയോട് ചോദിക്കണ്ട, എൻ്റെ ഭർത്താവിനോട് ചോദിക്കാം. അങ്ങേര് എന്തായാലും മൂങ്ങയെപ്പോലെ ഇരിക്കുവാണല്ലോ, ശനിയാഴ്ച ദിവസം മാത്രം അങ്ങേരുടെ ഒരു ഇങ്ങ് വരട്ടെ എന്ന് കരുതി ഞാൻ കാത്തിരുന്നു. എന്തായാലും അന്ന് ഇത്തിരി നേരത്തെ വന്നു. രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും മുറി അടച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഗോസിപ്പുകളൊക്കെ ഞാനൊന്ന് കേട്ടു, എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ കേട്ട കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പറഞ്ഞു. ആരാ പറഞ്ഞെന്ന് പറഞ്ഞില്ല. നീ മിന്നി ചേച്ചിയുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും മിന്നി ചേച്ചിയല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊന്നും ഞാൻ പറയുകയില്ല, എന്നോട് അവിടെ ധാരാളം ബന്ധുക്കൾ വന്നിട്ടുണ്ടായിരുന്നു, അവരിലാരെങ്കിലും പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഭർത്താവ് ഒന്നും മിണ്ടിയില്ല. എന്താ മൗനത്തിനർത്ഥം സമ്മതമെന്നാണോ? ഇതൊക്കെ ശരിയാണെന്ന് ചോദിച്ചു. ഏയ് ശരിയൊന്നുമല്ല, അവർക്ക് എന്നോട് നല്ല വാത്സല്യമായിരുന്നു, ഒരു മകനെ പോലെയാണ് എന്നോട് പെരുമാറിയത്. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മ കണ്ട് തെറ്റിദ്ധരിച്ചതാണ്. ഒന്നാമത് ചേട്ടത്തിയെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ അടിക്കടി ഞാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മ ഇങ്ങനെ അപയ്ക്കാതെ പറഞ്ഞു വരുത്തിയത്. അത്രയേ ഉള്ളൂ. അവർ നല്ലൊരു സ്ത്രീയാണ്, ഒരിക്കലും ഇവരാരും പറഞ്ഞ പോലെയല്ല എന്ന് ഭർത്താവ് വാദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ശരിയായിരിക്കാം, അവരുടെ നല്ല സ്വഭാവമല്ലേ, ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല, അമ്മായിമ്മയ്ക്ക് അവരോടുള്ള നീരസം മൂലം പറഞ്ഞുണ്ടാക്കിയതായിരിക്കാം എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അമ്മായിമ്മയുടെ ഊഴമാണ്. അമ്മായിമ്മയോട് എനിക്കിത് ചോദിച്ചേ പറ്റൂ. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ഈ കഥകളെല്ലാം എടുത്തിട്ട് അമ്മാമ്മയോട് ചോദിച്ചു, അമ്മ എന്ത് കണ്ടിട്ടാണ് എൻ്റെ ഭർത്താവിനെയും എൻ്റെ ചേട്ടത്തെയും വിലക്കിയത്, എന്താണ് അവിടെ നടന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, ഓ അത് വലിയ കാര്യമൊന്നുമില്ലടി, അനാവശ്യമായ ഒരു സ്നേഹം ഉണ്ടാകരുത്, അമിതമായ വാത്സല്യവും അടുത്തിരിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് വിലക്കിയതാണെന്ന്. പക്ഷേ എനിക്ക് സമാധാനമായില്ല. ഞാൻ എല്ലാ കഥകളും പറഞ്ഞമ്മേ, അതിലും മേലെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അത് അമ്മ കണ്ടുവെന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്. നിന്നോട് ആരാ ഇത് പറഞ്ഞത്? അത് നമ്മുടെ ബന്ധുക്കൾ തന്നെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ ഒരു നിമിഷം ചിന്തിച്ചു. മോളെ,
അതൊക്കെ പിന്നെ എങ്ങനെയാണ് നിന്നോട് പറഞ്ഞത്? നിന്റെ ഭർത്താവല്ലേ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിന് പിന്നിൽ എന്തോ രഹസ്യങ്ങളുണ്ട്. കുറച്ചുകൂടി കൊടുത്തു കഴിഞ്ഞാൽ അമ്മായിമ്മ പറയുമെന്ന് എനിക്ക് തോന്നി. അമ്മേ, ഏകദേശ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാനത് ക്ഷമിക്കാനും തയ്യാറാണ്, പ്രശ്നമില്ല. എന്നാലും അമ്മയുടെ വായിൽ നിന്ന് എനിക്കത് കേൾക്കണം. അമ്മ എന്താണ് കണ്ടതെന്ന് നിനക്കെല്ലാം അറിയെങ്കിൽ പിന്നെ എന്തിനാടി ഞാൻ തത്ത പറഞ്ഞ പോലെ പറഞ്ഞത്? അത് പിന്നെയും നാണക്കേടല്ലേ? എന്നാലും അമ്മയൊന്ന് പറ. എടി, അത് പിന്നെ എൻ്റെ മൂത്ത മോൻ ഒരു ബലഹീനനാണെന്ന് ആരറിഞ്ഞു? അത് കേട്ട് ഞാനങ്ങ് ഞെട്ടിപ്പോയി. ബലഹീനനോ? പിന്നെ എന്തിനാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്, അതും പ്രേമിച്ച്? അപ്പം നിനക്ക് ആ കഥയൊന്നും അറിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് ആ കഥയൊന്നും അറിയില്ല. അമ്മ എന്തൊക്കെയോ പറയാൻ വരുന്നുണ്ട്, അത് അമ്മ എന്നോട് തുറന്നു പറയണം, അല്ലെങ്കിൽ എന്നും സംശയമായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കും. ഞാൻ മിക്കവാറും ചേട്ടനെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴേക്കും അമ്മായും പറഞ്ഞു, പോകല്ലേ, ഞാനെല്ലാം പറയാം. എടി, എൻ്റെ മൂത്ത മോനെ കണ്ടു കഴിഞ്ഞാൽ തണ്ടും തടിയൊക്കെ ഉണ്ട്. അവൻ വലിയ ആണാണെന്ന് വിചാരിച്ച് അവിടെ പുറകെ നടക്കുകയായിരുന്നു. അവന് ഈ ഒരു നാടൻ പ്രേമമല്ലേ, അവളും ഇവൻ്റെ രൂപമൊക്കെ കണ്ട് അങ്ങ് മോഹിച്ചു. അങ്ങനെയാണ് ജാതി മതവും നോക്കാതെ അവർ രണ്ടുപേരും കൂടെ എൻ്റെ എതിർപ്പ് വകവയ്ക്കാതെ കല്യാണം കഴിച്ചത്. ഇവിടെ ഞാൻ കയറ്റിയില്ല, അത് കറക്റ്റാണ്. എനിക്ക് ആ തീരുമാനം ഇഷ്ടപ്പെട്ടില്ല. രണ്ടുപേരും കൂടെ വാടക വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞ് അവന് ജോലി കിട്ടി. അപ്പോഴാണ് നിൻ്റെ ഭർത്താവിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവന് പഠിക്കാൻ ബുദ്ധിമുട്ടും ഇവിടെ ക്യാഷിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിയാണ്, എൻ്റെ മൂത്ത മകന് പൈസയും ഒക്കെ ഉണ്ടല്ലോ, ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനും അയഞ്ഞു കൊടുത്തു, അടുത്തു. നിന്റെ ഭർത്താവിനെ പഠിപ്പിക്കുകയും ചെയ്തു. മരുമകളോട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ അവൾ ഇതിനൊക്കെ ഓക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ആ ദേഷ്യവും പോയി. പക്ഷേ ഒരു ദിവസം ഞാൻ കണ്ട കാഴ്ച നിന്നോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും നീ അറിഞ്ഞല്ലോ. എന്താ അമ്മേ, മുറിയിൽ നിന്നിറങ്ങി വരുന്നത് അമ്മ കണ്ടോ? കല്യാണം കഴിഞ്ഞ് 2 വർഷമായപ്പോഴേക്കും അവൾ ഗർഭിണിയായി, ഒരു കുട്ടിയുണ്ടായി. അത് കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞപ്പോൾ അടുത്ത ഗർഭം, അങ്ങനെ ഒരു കുട്ടിയുണ്ടായി. ഇതെല്ലാം അടുത്തടുത്താണ് നടന്നത്. നിന്റെ ഭർത്താവ് MBA കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, അവനൊരു കമ്പനിയിൽ കയറണം. അപ്പോൾ അവിടെ പോകാൻ വേണ്ടി കുറേ ചിലവും കാശും ഒക്കെ ഉണ്ട്. അപ്പോഴാണ് ഈ 2ാമത്തെ പ്രസവം കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് നിന്റെ ചേട്ടനെ വിളിച്ച് അവനെന്തോ സംസാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ക്യാഷില്ല, പിന്നെ തരാം എന്നൊക്കെ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനിയന് എന്തോ പ്രശ്നമുണ്ടായിട്ട് രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ പറഞ്ഞു. അത് ഫോൺ കൂടെ പറയുന്നത് ഞാൻ കേട്ടു. അത് കഴിഞ്ഞ് ഫോൺ വെക്കുകയും ചെയ്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാനങ്ങ് ഇറങ്ങിപ്പോയി അപ്പുറത്തെ വീട്ടിലേക്ക്. അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അപ്പോൾ എൻ്റെ മോൻ, അതായത് നിൻ്റെ ഭർത്താവ്, നിൻ്റെ ചേട്ടനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടി നിന്നത്? എന്നിട്ട് ഇപ്പോൾ കൈ മലർത്തിയാൽ എങ്ങനെയാണ്? അതിനൊക്കെ ലക്ഷങ്ങൾ വിലയുള്ള കാര്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കാര്യമാക്കി. എത്ര പണം വേണമെങ്കിലും തരാമെന്നല്ലേ പറഞ്ഞത്? ഇപ്പോൾ ചോദിക്കുമ്പോൾ പൈസ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വഴക്കുണ്ടാക്കുന്നത്. ഞാൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവനങ്ങ് നിർത്തി. അപ്പോൾ ഞാൻ നിൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, എന്താണ് അവിടെ നടക്കുന്നത്? സത്യം പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാനിത് കണ്ടുപിടിക്കും. എൻ്റെ സ്വഭാവം അറിയാമല്ലോ. നീ എന്താണ് അവനോട് ഫോണിൽ കൂടി പറഞ്ഞത്? എല്ലാം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴാണ് എൻ്റെ ഇളയ മകൻ, ഒരു പോഴനല്ലേ, സത്യം അങ്ങ് പറഞ്ഞു. മൂത്ത മോൻ്റെ ബാഹ്യ സൗന്ദര്യം കണ്ട് പ്രേമിച്ച് ഇറങ്ങി വന്ന അവൾക്ക് എന്നെന്നും കരയാനായിരുന്നു വിധി. കാര്യം എൻ്റെ മൂത്ത മോനെ കൊണ്ട് ഒരു ഏണിപ്പടി പോലും കയറാൻ പറ്റില്ല. ആദ്യം അവളത് അഡ്ജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം പിന്നീട് അവൾക്ക് സഹിക്കാൻ വയ്യാതായി. ഈ കാര്യം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും വക്കാനും ഒക്കെ തുടങ്ങി. 2 പേരും 2 വഴിക്കാകും എന്നുള്ള രീതിയിലായിരുന്നപ്പോഴാണ് അവന് സർക്കാർ ഉദ്യോഗം കിട്ടുന്നത്. ഇവനാണെങ്കിൽ കഴിവില്ല. ഭാര്യയാണെങ്കിൽ ഒട്ട് വിട്ടുകൊടുക്കാനോ അല്ലെങ്കിൽ അവൾ പോകുന്നത് ചിന്തിക്കാനോ പറ്റുന്നില്ല. പെൺകോന്തൻ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്താണ് ഞങ്ങളെല്ലാം ഒന്നടുക്കുന്നത്. അങ്ങനെയാണ് നിന്റെ ഭർത്താവ് അവിടെ ചെന്നത്. ഇവർ തമ്മിൽ ഭയങ്കര അടുപ്പത്തിലായി. അപ്പോൾ ചേട്ടത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. നിന്റെ ചേട്ടനെ കൊണ്ട് ഒരു ഗുണവുമില്ല, ഞാൻ ഉപേക്ഷിക്കാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് സർക്കാർ ഉദ്യോഗം കിട്ടിയത്. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാം, എങ്ങനെയെങ്കിലും ജീവിച്ചു പോണ്ടേ, സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു പോകാനും പറ്റില്ല. പക്ഷേ ഇങ്ങനെ ജീവിക്കും, ഒരു കുട്ടി പോലുമില്ലാതെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും പിഴിച്ചിലുമായിരുന്നു. ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ മുന്നിൽ വെച്ച് ചേട്ടനോട് ചേട്ടത്തി വഴക്കുണ്ടാക്കി. അപ്പോഴേക്ക് ഇവൻ കയറി, സാരമില്ല, എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നായി. ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ കുറച്ച് ഗുളികയും മരുന്നൊക്കെ കൊടുത്തു. പക്ഷേ ഇവന് കൗണ്ടൊന്നും ഇല്ല പോലും. കുട്ടികൾ ഉണ്ടാകുന്ന കാര്യം സംശയമാണ്. മറ്റു കാര്യങ്ങളിലും എല്ലാം പ്രശ്നങ്ങളാണ്.
ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ടും വലിയ ഹോപ്പ് ഉണ്ടായില്ല. അങ്ങനെയായി കഴിഞ്ഞപ്പോഴേക്കും ചേട്ടൻ തന്നെയാണ് അനിയനോട് പറഞ്ഞത്, എന്തായാലും ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം, നീ ഇടയ്ക്ക് ഇവിടെ വാ, ഞങ്ങൾക്ക് കുട്ടികളില്ല, അപ്പോൾ കുട്ടികളില്ലാതെ ജീവിച്ചു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ പുറത്തറിയും, അതപ്പോൾ നീ ഒന്ന് നോക്കിയാൽ മതി, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അവൻ്റെ സ്വന്തം ചേട്ടൻ തന്നെയാണ് ചേട്ടത്തിയുമായിട്ട് അടുക്കാൻ അവനെ നിർബന്ധിച്ചത്. അതിനുവേണ്ടി പണവും മറ്റു കാര്യങ്ങളും ഓഫർ ചെയ്യുകയും ചെയ്തു. ചേട്ടത്തിയാകട്ടെ അനിയനല്ലേ, സുന്ദരൻ, പ്രശ്നങ്ങളൊന്നുമില്ല, ജിങ്കാലാല, കിട്ടിയാലൂട്ടി പോയാൽ ചട്ടി എന്നുള്ള രീതിയിൽ ചെക്കനെ, അതും സുന്ദരനായ കിളുന്ന പയ്യനെ ഭർത്താവും കൂടി സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾക്കെന്താ, ഒരു ചെറിയ ജില്ലയിൽ വലിഞ്ഞു കയറാൻ നോക്കി, പറ്റിയില്ല. ദേ ഇപ്പം വടവൃക്ഷത്തിൽ കയറാൻ പറ്റിയൊരു സാഹചര്യം വന്നു, അവൾ കയറിയങ്ങ് മേഞ്ഞു. ചെക്കനും ഓക്കെ. ഇതായിരുന്നു അവിടെ നടന്നത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ചേട്ടത്തി അല്ലെങ്കിൽ എൻ്റെ മൂത്ത മകൻ്റെ 2 കുട്ടികൾക്ക് കാരണക്കാരൻ എൻ്റെ ഇളയ മകനാണ്. 2 കുട്ടികളും ആയിക്കഴിഞ്ഞപ്പോഴുള്ള വിലപേശലുകളാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചേട്ടനും ചേട്ടത്തിയും അവരും മിടുക്കരായിരുന്നു. അവരുടെ കാര്യസാധനത്തിന് വേണ്ടി അവരെ ഒന്നിച്ചു നിന്നു. അത് കഴിഞ്ഞിട്ട് ഈ പൈസയൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവന് കുറച്ച് പൈസ കൊടുത്ത് അവനെ അവോയ്ഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ചെക്കന് പ്രേമപ്പനി വരുന്ന ആലോചനകളെല്ലാം അവൻ തട്ടിമാറ്റുന്നു. അവസാനം ഇവരേക്കൊന്ന് പിരിച്ച് രണ്ടും 2 വഴിക്കാക്കാൻ ഞാൻ ഒത്തിരി പാടുപെട്ടു. അത് കഴിഞ്ഞ ശേഷമാണ് നീയും അവനുമായിട്ടുള്ള കല്യാണം കഴിയുന്നത്. അതെല്ലാം കഴിഞ്ഞ കഥയാണ് മോളെ. അങ്ങനൊന്ന് സംഭവിച്ചു. എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. ഇപ്പോൾ നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് നീ എടുത്ത തീരുമാനങ്ങളോട് എനിക്ക് ഒന്നും പറയാനുമില്ല. നീ അവനെ ഇട്ടിട്ട് പോവുകയാണെങ്കിലും എനിക്കതിൽ സപ്പോർട്ട് ചെയ്തേ പറ്റൂ, അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് അമ്മായിമ്മ എന്നോട് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചതെന്ത്, അമ്മായിമ്മ എന്നോട് പറഞ്ഞതെന്ത്, ചെറിയൊരു കാര്യമാണെന്ന് പറഞ്ഞ് വാലിൽ പിടിച്ചത് വലിയൊരു പുലിയുടെ വാലിലാണെന്ന് എനിക്കപ്പോഴാണ് മനസ്സിലായത്. ഇനിയിപ്പോൾ ഭർത്താവിനോട് ക്ഷമിക്കണോ സഹിക്കണോ എന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പിന്നീട് അത് സമ്മതിച്ചു. മാഡം, അവരോട് അഗാധമായ സ്നേഹമാണെന്നും ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാൻ തോന്നുമെന്നും വിളിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ പുറത്തു വെച്ച് അവർ എവിടെയെങ്കിലും വന്ന് ജസ്റ്റ് സംസാരിച്ചിട്ട് പോകും എന്നാണ് പറഞ്ഞത്. അതിലൊന്നും ചേട്ടന് പ്രശ്നമില്ലത്രേ. മാഡം, ഇത്രയും കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഈ ബന്ധത്തിൽ ഞാൻ ഇനിയും പിടിച്ചു തൂങ്ങിക്കിടക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിലാണ്, അമ്മയോടും അച്ഛനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് അത്രയ്ക്ക് സമ്മതമൊന്നും അല്ലെങ്കിലും ഈ ഒരു ബന്ധം വിട്ടു വന്നതിൽ അവർക്ക് വിഷമമുണ്ട്. എന്നോട് പറഞ്ഞത് അങ്ങ് പൊരുത്തപ്പെടാനാണ്. എങ്ങനെ പൊരുത്തപ്പെടാനാണ് മാഡം? ഞാൻ ജോലി ചെയ്ത് സ്വന്തമായി ജീവിച്ചാൽ പോരെ, ഈ ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആവശ്യമില്ല. ഇത്തരം ഒരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട യാതൊരു കാര്യവും പ്രശ്നവും ഒന്നുമില്ല. കാരണം അവരാരും കാണിച്ചത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒരാളുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു പെണ്ണിനെയോ ചെറുക്കനെയോ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കുന്നു. എങ്കിൽ ആ വ്യക്തിക്ക് കെട്ടിവെക്കുമ്പോഴേക്കും സ്നേഹം കൊടുക്കാനോ അല്ലെങ്കിൽ അവരോട് നല്ലതായിട്ട് പെരുമാറാനോ ഈ പറഞ്ഞ വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. ചെല്ലുന്നവർക്ക് നരകമായി മാറുന്ന ദാമ്പത്യ ജീവിതം എന്തിനാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? പോനാൽ പോകട്ടെ പോടാ എന്ന് കരുതുക. അധ്വാനിച്ച് ജീവിക്കുക. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ ഇനിയും കല്യാണം കഴിക്കുക, അതായിരിക്കും നല്ലത്. അല്ലാതെ ചേട്ടത്തിയുടെ പ്രേമമാണ് എന്നൊക്കെ പറയുന്ന ആളുടെ പുറകെ എത്ര നാളെ എന്ത് പ്രതീക്ഷിച്ച് നിങ്ങളിങ്ങനെ ഇരിക്കാൻ? റേഷൻ കടയാണോ ഇങ്ങനെ റേഷൻ അരി കിട്ടുന്ന പോലെ മാസത്തിൽ ഒരിക്കൽ കൈ പതിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്? അപ്പം അതിന് കാര്യമില്ല. സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും ഇത്തരം ബന്ധങ്ങളിൽ നിന്ന് മാറി നല്ല ബന്ധങ്ങൾ കണ്ടുപിടിക്കുക. ഇനി ബന്ധങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ സ്വതന്ത്രമായി ജീവിക്കാമല്ലോ.